മാനസിക രോഗങ്ങളിൽ പലർക്കും കേട്ടുപരിചയമുള്ള ഒരു രോഗാവസ്ഥയാണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം. ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അതൊരു പരീക്ഷയിലെ തോൽവിയാകാം, ബന്ധത്തകർച്ചയാകാം, ഒരു മരണമാകാം, ഒരു രോഗാവസ്ഥയാകാം, തൊഴിലില്ലായ്മയാകാം, അങ്ങനെ എന്തുമാവാം. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വിഷമവും സങ്കടവും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് തന്നെയാണോ വിഷാദരോഗം? പലപ്പോഴും ആളുകൾ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ വിഷാദരോഗവും ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ തോന്നുന്ന വിഷമവും ഒന്ന് തന്നെയാണോ എന്ന് നോക്കാം. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സ്ഥായിയായ വിഷാദഭാവമാണ് വിഷാദരോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സങ്കടഭാവം. അതൊരു പ്രത്യേക സന്ദർഭമായോ ഒരു വ്യക്തിയുമായോ ബന്ധപ്പെട്ടിട്ടായിരിക്കണമെന്നില്ല. ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ. പണ്ട് വളരെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇപ്പോൾ തോന്നുന്നില്ല. അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതാണ് വിഷാദരോഗത്തിൻ്റെ 2ാമത്തെ ലക്ഷണം. ഉദാഹരണത്തിന് പത്രം വായിച്ചിരുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ TV കാണുന്ന ഒരാളാണെങ്കിൽ, ഫോണിൽ ചാറ്റ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഒരു സന്തോഷം പണ്ടത്തെ പോലെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ചെയ്യാൻ ഒട്ടും തോന്നുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് വിഷാദരോഗമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 3ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായ ക്ഷീണമാണ്. പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നാൽ മതി, രാവിലെ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, അത്രയും ക്ഷീണമാണ്. ആ രീതിയിലുള്ള അകാരണമായ ക്ഷീണവും വിഷാദരോഗികളിൽ കാണാറുണ്ട്. ഉറക്കക്കുറവാണ് പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു ലക്ഷണം. ഭൂരിഭാഗം പേരിലും ഉറക്കം കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റ് പോകുന്നു. അതായത് രാവിലെ എപ്പോഴാണോ എഴുന്നേറ്റിരുന്നത്, ഇപ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് 2 മണിക്കൂറെങ്കിലും മുൻപ്, ഒരു 4 മണി 3 മണി സമയത്ത് തന്നെ എഴുന്നേറ്റ് പോവുകയും പിന്നീട് ഉറങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത്. എന്നാൽ വിഷാദരോഗം കുറച്ചും കൂടെ മൂർച്ഛിക്കുമ്പോൾ ഉറക്കം കിട്ടാനുള്ള താമസം, ഉറങ്ങിയാൽ തന്നെ പലതവണ മുറിഞ്ഞു പോകുന്ന ഉറക്കം, ഒട്ടും റിഫ്രഷ്ഡ് ആവാത്ത ഒരു ഉറക്കത്തിലേക്ക് വരെ നയിക്കാറുണ്ട്. വിശപ്പ് കുറവാണ് മറ്റൊരു ലക്ഷണം. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളോട് പോലും ഒരു വിരക്തി അനുഭവപ്പെടുന്നതും വിഷാദരോഗികളിൽ കാണാറുണ്ട്. ഏകാഗ്രത കുറവാണ് മറ്റൊരു ലക്ഷണം. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരിക, കുട്ടികളിലാണെങ്കിൽ പഠിക്കാൻ സാധിക്കാതെ വരിക, ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ പലതരം തെറ്റുകൾ സംഭവിക്കുക, കാര്യങ്ങൾ മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങളും വിഷാദരോഗികളിൽ കണ്ടുവരാറുണ്ട്. ചിന്തകളിലും പ്രവൃത്തികളിലുമുള്ള ഗതിവേഗക്കുറവും വിഷാദരോഗികളിൽ കാണാറുണ്ട്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തെടുത്ത് പറയാനുള്ള താമസം, ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ പതിവിലും കൂടുതൽ സമയമെടുക്കുക തുടങ്ങിയ ഒരു പൊതുവെയുള്ള ഒരു സ്ലോനെസ്സും വിഷാദരോഗികളിൽ കാണാറുണ്ട്. വിഷാദാത്മകമായ ചിന്തകളാണ് 8ാമത്തെ വിഷാദത്തിൻ്റെ ലക്ഷണം. ഞാനൊരു തോൽവിയാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, എനിക്കെല്ലാം മടുപ്പാണ്, ഞാനും ഈ ലോകത്തിനും എൻ്റെ ബന്ധുക്കൾക്കും ഒരു ബാധ്യതയാണ്, ഒരു ഭാരമായി വരികയാണ്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, അങ്ങനെ തോന്നുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് രോഗി എത്തിപ്പെടുകയാണ്. അകാരണമായ കുറ്റബോധവും വിഷാദരോഗികളിൽ കാണാറുണ്ട്. പണ്ട് ചെയ്ത നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും വളരെ വലിയൊരു തെറ്റായി തോന്നുകയും അതിൽ അകാരണമായി കുറ്റബോധം അനുഭവിക്കുകയും ചെയ്യുന്നത്. അന്ന് അത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. സ്വാഭാവികമായും ഇത്തരം ചിന്തകൾ വരുമ്പോൾ ഇനി എന്തിനു ഞാൻ ജീവിക്കണം, ഒരു മരണചിന്തയും കൂടെ രോഗികളിൽ വരികയാണ്. ഡിപ്രഷൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷനായി നമ്മൾ പറയുന്നത് ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യകളുമാണ്. ആത്മഹത്യകളുടെ തടയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. വിഷാദരോഗം ചികിത്സിച്ചാൽ ഒരുവിധം ആത്മഹത്യകളെല്ലാം തടയാൻ സാധിക്കും. വിഷാദരോഗം ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു രോഗവും കൂടെയാണ്. വിഷാദരോഗം എല്ലാ പ്രായക്കാരെയും ബാധിക്കാറുണ്ട്, പക്ഷെ വ്യത്യസ്തമായ ലക്ഷണങ്ങളായിരിക്കും ഓരോ പ്രായത്തിലും കണ്ടുവരാറ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്കുപരി കുട്ടികളിൽ അമിതമായ ദേഷ്യം, സാധനങ്ങൾ വലിച്ചെറിയുക, പഠനത്തിൽ പിന്നോക്കം പോവുക തുടങ്ങിയ കാര്യങ്ങൾ കാണാറുണ്ട്. കൗമാരക്കാരിൽ വിശപ്പ് കൂടുതലും ഉറക്ക കൂടുതലും കാണാറുണ്ട്. അമിതമായി ഉറങ്ങുക, ദിവസം മുഴുവൻ ഉറങ്ങാൻ ആണ് അവർ കൂടുതൽ ശ്രമിക്കുക. ഭക്ഷണത്തിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ആസക്തി കൂടുതൽ പെൺകുട്ടികളിലും കാണാറുണ്ട്. യുവാക്കളിൽ ലഹരിയോടുള്ള ആസക്തിയും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ മധ്യവയസ്കരിൽ പലതരം ശാരീരിക വിഷമതകളാണ് കാണാറുള്ളത്. മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്ന് നമ്മൾ പറയും. വിട്ടുമാറാത്ത തലവേദന, വിട്ടുമാറാത്ത നടുവേദന, സന്ധിവേദന,
വയറെരിച്ചിൽ, പൊളിച്ചു തകട്ടൽ, തരിപ്പ് അനുഭവപ്പെടുക, മരവിപ്പ് തോന്നുക തുടങ്ങിയ പലതരം ലക്ഷണങ്ങളും മധ്യവയസ്കരിൽ കാണാറുണ്ട്. ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ പല സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോവുകയും അവിടുന്ന് പല ടെസ്റ്റുകൾ ചെയ്യുകയും ആ ടെസ്റ്റുകളിൽ വളരെ നോർമലായി വരികയും ചെയ്യും. മരുന്നുകൾ പലതും കഴിച്ചു കാണും, എന്നിട്ടും രോഗത്തിന് യാതൊരു മുക്തിയും ലഭിക്കുന്നില്ല. ഇവയെല്ലാം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വിഷാദ രോഗം വരുന്നത്? ജനിതകമായ കാരണങ്ങളുണ്ട്, സാമൂഹികമായ കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിലെ പല രാസപദാർത്ഥങ്ങളുടെയും വ്യതിയാനവും വിഷാദരോഗത്തിലേക്ക് നയിക്കാറുണ്ട്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ പൊതുവിൽ ഈ രാസവസ്തുക്കളുടെ അളവിലെ ക്രമീകരണമാണ് ലക്ഷ്യമാക്കുന്നത്. വിഷാദരോഗം തന്നെ അതിൻ്റെ തീവ്രത അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന 3 തലത്തിൽ നമുക്ക് തരംതിരിക്കാം. മൈൽഡ് ഡിപ്രഷനിൽ പലപ്പോഴും സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്നത് പോലെ കൗൺസിലിംഗ് മതിയാവും, അതായത് മനഃശാസ്ത്രപരമായ ചികിത്സ. ഇവിടെ ഒരു വ്യക്തിയുടെ ചിന്താവൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയും ആ ചിന്താവൈകല്യങ്ങൾ കറക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറയും. അതോടൊപ്പം പലതരം റിലാക്സേഷൻ എക്സസൈസുകൾ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി, കൃത്യമായ വ്യായാമം തുടങ്ങിയവയും വിഷാദരോഗത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കും. എന്നാൽ മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷനുള്ള ആളുകളിൽ മരുന്നുകൾ ആവശ്യമായി വരും. ഈ മരുന്നുകൾ ലക്ഷ്യമാക്കുന്നത് തലച്ചോറിലെ ഈ രാസപദാർത്ഥങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. മരുന്നുകൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ ആശങ്ക ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ഭൂരിഭാഗം പേരിലും ഒരു 9 മാസം തൊട്ട് 1 വർഷം വരെയാണ് മരുന്നുകൾ കഴിക്കേണ്ടുന്ന കാലയളവ്. ഇതിനുശേഷം ഒരു ഡോക്ടർ സഹായത്തോടുകൂടി മരുന്നുകളുടെ ഡോസ് കുറച്ച് പൂർണ്ണമായും നിർത്താവുന്നതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡിന് ശേഷം ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. വിഷാദ രോഗികളിൽ ഗണ്യമായ ഒരു വർധനവും കോവിഡ് കാലത്ത് കണ്ടിട്ടുണ്ട്. കോവിഡ് രോഗത്തെക്കുറിച്ചുള്ള ഭീതി, ക്വാറന്റൈൻ, ഐസൊലേഷൻ, ലോക്ക്ഡൗൺ, വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ്സുകൾ ഇവയെല്ലാം നമുക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. ഇവയെല്ലാം ഒരുപാട് മാനസിക സംഘർഷങ്ങളിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിട്ടിട്ടുമുണ്ട്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവരെ ക്ഷമാപൂർവ്വം കേൾക്കുക, അവർക്ക് വേണ്ടുന്ന മാനസിക പിന്തുണ നൽകുക, ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവരെ ചികിത്സയ്ക്കായി കൊണ്ടുവരിക.